ഡിയേഴ്സ്, അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറച്ച് ക്രിസ്മസ് ബോൾസ് ചെയ്തെടുത്താലോ? അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ പൊട്ടിക്കിടന്ന കുറച്ച് ബലൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ഞിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ബലൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തുണിയാണെങ്കിലും എടുത്താൽ മതി. ഇത് നമ്മൾ ശരിക്കും കഴിഞ്ഞ തവണ സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത പഞ്ഞിയാണ്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം. ഇനി അതേ കൂട്ട് കുറച്ച് പഞ്ഞി എടുത്തിട്ട് നമ്മുടെ ഈ ബലൂണിനുള്ളിലേക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞു ബോൾ ആക്കി എടുക്കണം. ഞാൻ ഇതുപോലെ തന്നെ തുണി വെച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് തുണി വെച്ചിട്ട് ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ബലൂൺ വെച്ച് ചെയ്തിട്ട് അത് ഒരുപാട് നാൾ നിന്നില്ല, പക്ഷെ തുണി വെച്ച് ചെയ്തത് ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ടേ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ ബോൾ ആക്കി എടുത്തിട്ട് അത് കയ്യോടെ ആ നൂലിട്ടൊന്ന് കെട്ടിയും കൂടെ കൊടുക്കണം. ഞാൻ അങ്ങനെ ഫസ്റ്റത്തെ ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതേപോലത്തെ കുറച്ച് അധികം ബോൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തുണി കൊണ്ടുള്ള ബോൾസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി കുറച്ചുകൂടി അടിപൊളിയാക്കണം എന്നുള്ളവർ അടുത്ത സ്റ്റെപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോ. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് പശയും കുറച്ചധികം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് റെഡ് കളറിലെ ആക്രിലിക് പെയിന്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഗിൽറ്റ് ആണ്. ഇതിന് റെഡ് കളർ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ ഗ്ലൂവിലും കൂടെ റെഡ് കളർ പെയിന്റ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലൂവിലേക്ക് നമ്മുടെ ഓരോ ബോളും ഒന്ന് ചെറുതായിട്ട് മുക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഗിൽറ്റും കൂടെ ഇതിന്റെ മേലേക്ക് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ കാണാനായിട്ട് ഇത് നല്ല രസമില്ലേ? ഗ്ലൂവും ഗിൽറ്റും എല്ലാം നമ്മുടെ ബോളിന്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു തുണി കൊണ്ടുള്ള ബോളിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളവും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബോൾ ഓരോന്ന് മുക്കി എടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും നല്ല കട്ടിക്കും ഇരിക്കുവേ. ഇനി ഈ ബോളുകളെല്ലാം നന്നായിട്ട് ഉണക്കി എടുക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേനും ആവശ്യമെങ്കിൽ മാത്രം ആ ബാക്കി വന്ന ഗ്ലൂവും കൂടെ ഈ ബോളിന്റെ മേലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണേ. ഇനി ഞാൻ കുറെ പേസ്റ്റിന്റെ അടപ്പ് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറിലെ പെയിന്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പേസ്റ്റിന്റെ തന്നെ അടപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒക്കെ ഇതേ ഷേപ്പിലുള്ള അടപ്പുണ്ടെങ്കിൽ അത് മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ബോളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മേലെ അങ്ങനെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ല. എന്നിട്ടും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ക്യാപ്പിലേക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആണിയോ അല്ലെങ്കിൽ സൂചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തുളച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനുള്ളിലൂടെ ഒരു നൂലും കൂടെ കയറ്റി കൊടുത്തിട്ട് നമ്മുടെ ബോളിലേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കണം. നല്ല കട്ടിയുള്ള നൂലിട്ടിട്ട് 2-3 വട്ടം ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ കെട്ടി തൂക്കാനുള്ളതല്ലേ, അപ്പൊ തൂക്കുമ്പോഴത്തേനും അതൊന്നും താഴെ പോകരുത്. അതുകൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടണേ. ഈ നേരം കൊണ്ട് ഞാൻ എന്റെ ഗ്ലൂ ഗൺ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ബോളിന്റെ മേലേക്ക് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ക്യാപ്പ് ഒന്ന് നന്നായിട്ട് മുറുക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ആ ക്യാപ്പ് അതിൽ നിന്ന് വിട്ടു പോത്തേയില്ല, നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ക്രിസ്മസ് ബോൾ റെഡി ആയിട്ടുണ്ട്. കാണാനായിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതിങ്ങനെ ഗിൽറ്റ് തേച്ചില്ല എന്നുണ്ടെങ്കിലും കളറുള്ള തുണിയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗിൽറ്റിന് 10-15 രൂപയോ മറ്റേ ഉള്ളൂ. ആ ഒരു പാക്കറ്റ് ഗിൽറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്മസിന് ഇതുപോലുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനം കൊണ്ട് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബോൾ ഉണ്ടാക്കിയില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. കൂട്ടത്തിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇനി ഇതുപോലത്തെ അടിപൊളി ഒരു ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.